അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ തുടരുന്നുണ്ട്. അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ, ഇപ്പോൾ 3:30 വിധി പറയും എന്നായിരുന്നു പ്രതീക്ഷ. സമയം 4:15 ഇതിപ്പോൾ വിധി ഡ്രാഫ്റ്റ് ചെയ്ത് തീരാത്തതുകൊണ്ടായിരിക്കുമോ? ഇദ്ദേഹം അങ്ങനെയല്ല. വിധി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഫൗണ്ട് ഗിൽറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റിലുള്ള സംഗതി നേരത്തെ തന്നെ കോടതി തയ്യാറാക്കി അത് പ്രസ്താവിച്ച് കഴിഞ്ഞതാണ്. അതിനുശേഷം ഹിയറിംഗ് ഓൺ സെൻറ്റൻസ് എന്ന് പറയുന്ന ഭാഗം, ഓരോ പ്രതിക്കും അവർ ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുള്ള കുറ്റത്തിന് എത്ര വീതം ശിക്ഷ നൽകണം എന്ന് പറയുന്ന പ്രത്യേകമായ ഓരോ പാരഗ്രാഫ്, അല്ലെങ്കിൽ ഓരോ കുറ്റത്തിനും അതിൻ്റെ ശിക്ഷ വിശദീകരിച്ചുള്ള ഓരോ പാരഗ്രാഫ് വീതം ആ ഫൗണ്ട് ഗിൽറ്റി എന്ന് കണ്ടെത്തിയ ജഡ്ജ്മെൻറ്റിൻ്റെ താഴെയായിട്ട് അതിന് ശേഷമായി അതിനകത്ത് വരേണ്ടതുണ്ട്. കാരണം പ്രതികളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഫ്രീ കോപ്പി കൊടുത്തിട്ട് വേണം അവരെ ജയിലിലേക്ക് അയക്കേണ്ടത്. അപ്പോൾ എത്ര പ്രതികളുണ്ടോ അവരുടെ എല്ലാം പ്രതികൾക്കുള്ള കോപ്പി അത് ടൈപ്പ് ചെയ്യണം. ഓരോ പ്രതികൾക്കെതിരെയും ആരോപിച്ചിട്ടുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറ്റത്തിന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ എന്താണ് എന്നുള്ളത് കാര്യകാരണ സഹിതം അതിനകത്ത് എഴുതി ചേർക്കണം. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു സാധനമാണെങ്കിൽ ഇത് ഒരു ഫാൾസ് അല്ലെങ്കിൽ ഒരു പ്രഹസനമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകാതിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാലതാമസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വാദം കേട്ട് അതിലെ വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജഡ്ജ് ഓരോ ഒഫൻസിനും ഓരോ പ്രതികൾക്കും വേണ്ട ശിക്ഷയെക്കുറിച്ച് ഒരു തീരുമാനമെടുത്ത് അത് ടൈപ്പ് ചെയ്ത് ചേർത്ത് പ്രതികൾക്കുള്ള കോപ്പി അടക്കം തയ്യാറാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ കോടതി സമയം എന്ന് പറയുന്നത് ഈ 5 മണി എന്ന് പറയുന്നത് കോടതിക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല, കോടതിയുടെ സിറ്റിംഗ് അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. അപ്പോൾ സാധാരണയൊക്കെ അടുത്ത ദിവസമൊക്കെയാണ് ചിലപ്പോൾ ചില കോടതികളൊക്കെ ശിക്ഷയെക്കുറിച്ച് പറയാനൊക്കെ മാറ്റുന്നത്. പക്ഷേ ഇത്രയും വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു കേസായതുകൊണ്ട് തന്നെ ആയിരിക്കാം ബഹുമാനപ്പെട്ട ജഡ്ജി ഇന്ന് തന്നെ ജഡ്ജ്മെൻറ്റ് പറയാമെന്ന് തീരുമാനിച്ചത്. അത് 5 മണിക്കോ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ടൈമിനുള്ളിലോ അത് ഇന്ന് തന്നെ പറയുമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും നടപടികൾ പൂർത്തിയാക്കാനുണ്ട് ജഡ്ജ്മെൻറ്റിൻ്റെ സെൻറ്റൻസ് പോർഷൻ പ്രൊനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട്. അതുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നതെന്നാണ് വിശ്വാസം.